നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ ഉണ്ടോ? മഴയേ ഉള്ളൂ അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും മഴ പെയ്യുന്നു. ഈ മഴ പെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ 2 ദിവസമായിട്ട് തോരാത്ത മഴയാണ്. മഴ പെയ്യട്ടെ. മഴ പെയ്യുന്ന എനിക്ക് സന്തോഷമാണ്. പിന്നെ ഇത് എല്ലാം മാറുമല്ലോ, ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന അതിമനോഹരമായ കുറച്ച് സാരീസ് ഓണത്തിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലോ സ്വന്തമായിട്ട് വേണമെങ്കിലോ ഒക്കെ വാങ്ങിക്കാം. നല്ല ട്രെൻഡി ആയിട്ടുള്ള നമ്മളുടെ ശരിക്കും പട്ട് സാരി ഇതിൽ എഴുതി വന്നിരിക്കുന്നുണ്ടോ, പട്ടു സിൽക്ക്. ഇതുണ്ടോ, പട്ടു സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് അടിച്ചാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ ഈ ഒരു പഴയ പണ്ടത്തെ ബിന്നി പട്ടൊക്കെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് എന്ന് വിചാരിച്ചാൽ മതി, സോഫ്റ്റ് പട്ടായിട്ടുള്ള സാരി. പക്ഷെ പട്ട് സാരി എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും അറിയാലോ, റേറ്റും കൂടെ വെച്ച് നോക്കുമ്പം പ്യുവർ അങ്ങനത്തെ പട്ട് കാര്യങ്ങളൊന്നുമല്ല. ആ പട്ടിൻ്റെ സിൽക്കിൻ്റെ എഫക്റ്റ് ഉള്ള സാരീസ്, അത്രേൻ്റെ വീവിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിരിക്കുന്ന സാരിയാണ്. ഇതിപ്പം ബോഡിയെ നിറച്ചും പ്രിൻ്റാണ്. ഈ പിൻഡെക്സ് ബോർഡർ പ്ലെയിനിൽ വന്നിട്ട് ഒത്തിരി നല്ല ഇപ്പം ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും ട്രെൻഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പിൻഡെക്സ് ബോർഡർ വന്നിട്ട് ബോഡിക്ക് പ്രിൻ്റുള്ള. ഇതിപ്പോൾ ഒരു സൈസ് മാംഗോ പ്രിൻ്റ് പോലത്തെയാണ്. നല്ല ബോഡിക്ക് നല്ല ഒതുക്കം തോന്നും. ഈ സാരിക്കുണ്ടല്ലോ, ഈ സാരി മാർക്കറ്റിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഫ്ലിപ്കാർട്ട് പോലുള്ള സംഭവങ്ങളിലൊക്കെ നല്ല ചീപ്പ് റേറ്റിലും പോകുന്നുണ്ട്. ഈ സെയിം സാരി അല്ല കേട്ടോ, അത് ഈ സാരി എന്ന് പറയുന്നത് ഈ മോഡൽ സാരി, പിൻഡെക്സ് ബോർഡർ വന്നിട്ട് പ്രിന്റ് ബോഡിക്കുള്ള സാരീസ്, അത് വളരെ ചീപ്പ് റേറ്റിൽ പോകുന്നുണ്ട്. പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വ്യത്യാസം കാണും. ഇത് ഒരു സിൽക്കി എഫക്റ്റ് ഉള്ള ഒരു സാരിയാണ്. ഞാൻ മോഡലിൻ്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ, അല്ല സാരിയുടെ കാര്യമല്ല പറഞ്ഞു. ഞാൻ ഒരു മോഡൽ ഇങ്ങനെ പ്രിന്റ് വരുന്ന സാരീസ്. ഇതിപ്പം ഏജ് ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, നല്ല ഭംഗിയായിട്ട് നല്ല കംഫർട്ടായിട്ട് അതുപോലെ തന്നെ നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കൊടുക്കാം. നല്ല ഒതുക്കവും കാര്യങ്ങളും എല്ലാം തോന്നും. വൺ പ്ലീറ്റ് ആയിട്ട് ഇടാനും നല്ലതാ, പ്ലീറ്റ് ചെയ്തിടാനും നല്ലതാ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോഴാണ് പ്ലെയിൻ. ഇത് കണ്ടോ, ബ്ലൗസ് വരുമ്പോൾ പ്ലെയിനിൽ ഒരു പിൻഡെക്സ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ല സ്റ്റൈലായിട്ടൊക്കെ ബ്ലൗസൊക്കെ തയ്ച്ച് ഇത് ഇടുവാണെങ്കിൽ ഒത്തിരി രസമായിരിക്കും സാരി കാണാൻ. മാനേജ് ചെയ്യാനും നല്ല നല്ല എളുപ്പമാണ്. കണ്ടോ, നല്ല സ്റ്റൈല്, നല്ല കൂടിയ സാരി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പഴയ ബിന്നിപ്പട്ടില്ലേ, ആ ഒരു സാരി ഉടുക്കടെ നല്ല സാമ്യമാണ് ഈ സാരിക്ക്. ഞാൻ ഈ സാരി കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബിന്നിപ്പട്ടെന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു മിസ്സ്, ഞാൻ 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കാലത്ത് പുള്ളിക്കാരത്തെ അന്നത്തെ കാലത്ത് 4000-5000 രൂപയാണ് റേറ്റ്. സാരി മാത്രമേ ഉടുക്കത്തുള്ളായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഞാൻ ഉണ്ടക്കണ്ണം വെച്ച് നോക്കി ഇരിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. നല്ല രസമല്ലേ. ഇതിൻ്റെ കളറ് വയലറ്റ് കളറ്, നല്ല ഭംഗിയാണ്. ഇതാണ് സാരി. ഒന്നുകൂടെ കാണിക്കാം, ഒന്നുകൂടെ കാണിച്ചു. ഇവിടെ ഈ ബോർഡറിന്റെ സൈഡിൽ കോപ്പറാണ് വന്നിരിക്കുന്നത്. കോപ്പർ ഒരു ചെറിയ സിൽവർ കോപ്പർ വീവിങ് ആണ്. ബോഡിക്ക് പ്രിന്റ്. ഏറ്റവും എനിക്ക് ഇതിന്റെ മെറ്റീരിയലിന്റെ ഒരു ഇത് സുഖമാണ്. നല്ല മീൻസ് നല്ല വിലമതിപ്പ് തോന്നിക്കുന്ന ഒരു ടൈപ്പ് സ്റ്റഫാണ്. ഇതിന്റെ വില 1750 രൂപയാണ്. ഇപ്പോഴത്തെ വില 1150. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ചെറുതായിട്ട് ബാർകോഡ് അടിച്ചു വെക്കുന്നത് കൊണ്ടല്ല ഞാനൊക്കെ ഇങ്ങനെ കണ്ണു മുഴുവൻ ഇങ്ങനെ കൂർപ്പിച്ച് കൊണ്ടുവരേണ്ടി വരുന്നത്. 1750 ശരിക്കുള്ള റേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് 1150. സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത കളർ വന്നിട്ട് ഇത് ഈ ബിന്നിപ്പട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് കേട്ടിട്ട് ഞാൻ ബിന്നിപ്പട്ട് പോലെന്നാ പറഞ്ഞു കേട്ടോ. ബിന്നിപ്പട്ടൊന്നും അല്ല, എല്ലാവർക്കും അറിയാലോ ഈ വിലയ്ക്കൊന്നും ബിന്നിപ്പട്ടൊന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ വില 4000 സംതിങ് രൂപയായിരുന്നു, എത്രയോ വർഷങ്ങൾക്ക് മുന്നത്തെ വില. അപ്പം ഇപ്പം ആ വിലയ്ക്ക് കിട്ടത്തില്ലെന്ന് അറിയാം. പിന്നെ അതിൻ്റെ ഒരു നല്ല മോഡൽ നമുക്ക് ആ ഒരു ഓൺലൈനിലൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടണമല്ലോ. നമ്മൾ കൈ തൊട്ട് പിടിച്ച് നോക്കി. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് പർച്ചേസിന് പോയാലും എനിക്ക് തൊട്ടാലേ എനിക്ക് എൻ്റെ ശരീരത്തോട്ട് അടുത്ത് പിടിപ്പിച്ചാലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. സാരി ആണെങ്കിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ എനിക്ക് സമാധാനം കിട്ടും എന്ന് പറഞ്ഞ പോലെ ആയിരിക്കുമല്ലോ ബാക്കിയുള്ളവർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. ഇതടുത്തത് വാടാമുല്ല കളറ്, പീക്കോക്ക് ബ്ലൂ. ഇത് നിറച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ടോ? ഞാനത് ഇഷ്ടമില്ല, ഈ സാരിയുടെ ഇത് കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, അല്ലെ അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
അടുത്തത് നല്ല കളർ 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 ചാർട്ടുകളാണ് കേട്ടോ. നല്ല വൺ പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് ഇടുവാണെങ്കിൽ നല്ല രസമാണ്. നല്ല ഭംഗിയായിട്ട് ഈ ഒതുക്കമുള്ള ശരീരമുള്ളവർക്കാണെങ്കിലും ഇച്ചിരി വണ്ണം ഉള്ളവർക്കാണെങ്കിലും ഒരുപോലെ പറ്റുന്ന ഒരു മെറ്റീരിയൽ. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അത് ഇങ്ങനത്തേത് ഇഷ്ടമുള്ളവർക്ക്. മീൻസ് നെറ്റ്കോട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്കല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ അല്ലാത്തവർക്ക്. നെറ്റിയെ കൊണ്ടൊരു സാധനം ഒടിച്ചു വെച്ചേക്കുന്ന പോലെ സ്റ്റിക്കർ അടിച്ചു വെച്ചിരിക്കുന്നത്. അടുത്തത് ഒലീവ് ഗ്രീൻ. മുന്താണിയൊക്കെ ഞാൻ കാണിച്ചല്ലോ. ബ്ലൗസ് ഈ ബോർഡറിൻ്റെ അതേ സെയിം ബ്ലൗസ്. ബ്ലാക്ക് കാണുമ്പോൾ കുറേ ആവശ്യക്കാർ വരും, പക്ഷെ കഷ്ടം, സ്റ്റോക്ക് കുറവാണ്, സ്റ്റോക്കില്ല. ഇത് ബ്ലാക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ജെറ്റ് ബ്ലാക്കിൽ കളറുകൾ. എനിക്കിതൊന്ന് ഒടുക്കണമെന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരിക്കും. ഇതിന് ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അടുത്തത് ഡാർക്ക് പീച്ച്. റാണി പിങ്ക്. നല്ല രസമുണ്ട് കേട്ടോ. റാണി പിങ്ക് ഒക്കെ കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ ഒരു സിൽക്കി എഫക്റ്റ് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഇതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ച് കാണാവോ? നല്ല ആ കറക്റ്റ് സിൽക്കിൻ്റെ ഒരു, അതായത് വിലപിടിപ്പുള്ള സിൽക്കിൻ്റെ ഒരു ഫീല് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ? ഈ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ സ്റ്റിക്കർ അവിടെ എല്ലാം കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. എന്തിനാണ്? നല്ല രസമല്ലേ? ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ്. ആ ബ്ലൗസ് തന്നെ ഇടണം. ആ ബ്ലൗസ് ഇട്ടാലേ ഭംഗിയാകത്തുള്ളൂ. പട്ടു സിൽക്കിനെ അകത്തൊക്കെ ഒട്ടിച്ച് വെക്കട്ടെ. ഇത് സ്റ്റിക്കർ ആട്ടോ. നല്ല ഒരു വയലറ്റ്, തീപ്പട്ടി കളർ എന്ന് പറയത്തില്ലേ, ആ ഒരു കളർ. ഞാൻ കാണിക്കാൻ പോകുന്ന സാരി അല്ലേ, അടിപൊളിയാ. നിങ്ങൾ പറയും മറ്റേ സാരി അടിപൊളിയല്ലെന്നല്ല, എനിക്കിഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ. കാന്താ വർക്ക് വരുന്ന, ഹാൻഡ് വർക്ക് വരുന്ന, നമ്മുടെ ടസർ സിൽക്കിൽ കാന്താ വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സാരി. ഇങ്ങനത്തെ സാരികൾക്ക് ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനത്തെ സാരി ഉടുക്കുമ്പോൾ നമുക്കൊരു ഡിസൈനർ ലുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടും. നോർമൽ നമ്മളുടെ പട്ട് അങ്ങനത്തെ. ഇതും സിൽക്ക് തന്നെയാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ മുന്താണിയിൽ ഇത് നല്ല പണിയെടുത്ത് ചെയ്തിരിക്കുന്നതാണ്. നല്ല വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടത്തേക്ക് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നു, ഇങ്ങോട്ടും ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നു. സെമി ടസറാണ് സ്റ്റഫ്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ബോർഡറിലെ ബോഡി ഫുള്ളും ആ ഒരു കാന്താ വർക്ക് കൊടുത്തിരിക്കുവാണേ. ഇത് കണ്ടോ, ഇങ്ങനെ കൊടുത്തിരിക്കുക. ഇങ്ങോട്ടടുപ്പിച്ച് കണ്ടോ, ഈ വർക്ക് കൊടുത്തിരിക്കുക. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഈ ഒരു ലൈൻസ് പോകുന്ന ബ്ലൂ ആണ്. കണ്ടോ, ഈ ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഷെയ്ഡ്. ഇതിനകത്ത് എടുത്ത് നിൽക്കുന്ന കളർ പൗഡർ ബ്ലൂ ആണ്. നല്ല ലൈറ്റ് ബ്ലൂ, നല്ല ഭംഗിയാണ്. ഇനി നിങ്ങൾക്ക് ആ ഒരു ബ്ലൗസ് അല്ലാതെ വേണമെങ്കിൽ ഇതേലെ ഏത് ബ്ലൗസ് വേണം. പൗഡർ ബ്ലൂവിനാണ്. പിന്നെ ഒരു ഒലീവ് ഗ്രീൻ്റെ ബ്ലൗസിന് വേണമെങ്കിൽ ഇടാം, മെറൂണിൻ്റെ ബ്ലൗസ് വേണം. അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പക്ഷേ അതിനകത്തൊരു കുഴപ്പമുള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ബോർഡർ പൗഡർ ബ്ലൂ. അപ്പം പൗഡർ ബ്ലൂവിൻ്റെ ഇങ്ങനെ ലൈൻസ് പോകുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ബ്ലൗസാണ്. അപ്പം തനി പൗഡർ ബ്ലൂവിൻ്റെ ഒറ്റ കളർ ബ്ലൗസ് സിൽക്കി ആയിട്ടുള്ള ബ്ലൗസ് ഇടുവാണെങ്കിലും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നല്ല സാരിയാണ്. റേറ്റുള്ളതെന്ന് പറഞ്ഞാൽ ഹെവി റേറ്റ് അല്ല, ഡിസ്കൗണ്ടഡ് റേറ്റ് ആണോന്നോ ഞാൻ നോക്കിയിട്ട് പറയാവേ. എന്നാണെങ്കിലും സ്ക്രീന് റേറ്റ് ഉണ്ടല്ലോ. ഇതാണ് ആദ്യത്തെ കളറ്. നല്ല ഭംഗിയാണ് കാണാനേ. അടുത്തത് ഇത് ഒനിയൻ. ഇത് ഇങ്ങോട്ടോട്ട് ഇങ്ങനെ അങ്ങനെ വെക്കണ്ട. എന്തേലും പറയും അതേപടി അങ്ങ് അനുസരിക്കും അല്ലേ. സർപ്രൈസ് ഒക്കെ ഇങ്ങനെ പൊളിച്ചു കൊണ്ടിരിക്കല്ലേ, അൺബോക്സിങ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കാണിക്കണം. ഇത് കണ്ടോ, മുന്താണിയെ പോയി വെക്കുന്ന ആ ഒരു വർക്ക് കണ്ടോ, ആ ഒരു കാന്താ വർക്ക്. എന്നാ രസമല്ലേ. കാന്താ വർക്ക് എന്നും ഒരു ഭംഗിയല്ലേ, ആ ട്രഡീഷണൽ സംഭവങ്ങൾ. ഇങ്ങനെ 2 സാരി. ഇത് 3000 രൂപയാണ്, 3650 സ്ക്രീനിൽ ഇതിൻ്റെ ശരിക്കുള്ള വില. ഇപ്പോഴത്തെ ഡിസ്കൗണ്ടഡ് റേറ്റ് ഇവിടത്തേൽ ഉണ്ട് കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് സാരിയെ കാണിക്കുന്നുള്ളൂ, സിംഗിൾ പീസസേ ഉള്ളൂ. ശരിക്കും ഇത് ഈ രണ്ട് ലാസ്റ്റ് കാണിച്ച സാരിക്ക് സിംഗിൾ പീസസേ ഉള്ളൂ. ഇങ്ങനത്തെ സാരിയൊക്കെ കാണിക്കുമ്പോൾ പലരും ഗ്രൂപ്പായിട്ട്, ഇതിപ്പം ശരിക്കും ഓണത്തിന് വേണമെങ്കിൽ ഉടുക്കാവുന്ന സാരിയാണ്, കേരള സാരിയായിട്ട് ഉടുക്കാവുന്ന സാരിയാണ്. പിന്നെ കസവ് വേണ്ടവർക്ക് കസവൊന്നുമില്ല, അത് ത്രെഡാണ് ഫുള്ള് പോയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് സാരി. നമുക്ക് വേറെ ഏത് ഒക്കേഷൻസിലും ഇടാമല്ലോ, ഫംഗ്ഷനും ഒക്കെ ഇടാമല്ലോ. സിംഗിൾ പീസസേ ഉള്ളൂ മെജോറിറ്റിക്കും. വളരെ ഉള്ളൂ, ഒന്നോ രണ്ടോ എണ്ണത്തിന് മാത്രമേ ഉള്ളൂ ഒന്നിലധികം പീസസ് ഉള്ളത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.